നമസ്തേ. ക്ഷേത്രായനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്ഷേത്രായനത്തിൽ ഇന്ന് തിരൂര് ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ്. കണ്ണൂർ മട്ടന്നൂർ റൂട്ടിൽ തിരൂരെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ 4 ഗ്രാമങ്ങളുടെയും അധിപനായിരുന്നു അത്രേ ഈ മഹാദേവൻ. ഈ 4 ഗ്രാമക്കാരും ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികൾ വരുമ്പോഴും ഈ ക്ഷേത്രത്തിൽ വന്നാണത്രേ തൊഴുത് പ്രാർത്ഥിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത 3 ശിവചൈതന്യങ്ങൾ കുടികൊള്ളുന്ന അപൂർവം ശിവക്ഷേത്രങ്ങളിലൊന്ന്. ഒന്ന് സ്വയംഭൂവായ മഹാദേവൻ, മറ്റൊന്ന് അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള ഉമാമഹേശ്വര ചൈതന്യം കുടികൊള്ളുന്ന മഹാദേവൻ, മറ്റൊന്ന് കിരാതമൂർത്തി സ്വഭാവത്തിൽ അഥവാ വേട്ടക്കരുമകനീശ്വര ചൈതന്യം കുടികൊള്ളുന്ന സന്നിധാനം. അങ്ങനെ 3 ശിവചൈതന്യങ്ങൾ കുടിയിരിക്കുന്ന അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരൂര് മഹാദേവ ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത, ഒരു കാലഘട്ടത്തിൽ അനവധി ബ്രാഹ്മണന്മാരും ശ്രേഷ്ഠന്മാരും തപസ് ചെയ്ത ഒരു സങ്കേത ഭൂമിയായിരുന്നു അത്രേ. പിന്നീട് പല ബ്രാഹ്മണരും ഈ സങ്കേതം പലായനം ചെയ്തു വന്നു. അങ്ങനെ ഈ ദേശത്തെ പ്രമുഖരായ തറവാട്ട് വിഭാഗക്കാർ ചേർന്ന് ഈ ക്ഷേത്രം അനുഷ്ഠാനങ്ങൾ ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോയിരുന്നു. പിന്നീട് ആ തറവാട്ടുകാർക്കും പ്രയാസം വന്ന കാലഘട്ടത്തിൽ 1951 HRNC നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഈ ക്ഷേത്രവും HRNCയിൽ ഏറ്റെടുക്കപ്പെടുകയും അങ്ങനെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഈ ക്ഷേത്രം നിക്ഷിപ്തമാവുകയും ചെയ്തു. അങ്ങനെ പാരമ്പര്യ ട്രസ്റ്റിയും പാരമ്പര്യേതര ട്രസ്റ്റിയും ഭക്തജനങ്ങളുടെയും കൂട്ടായ്മയോടുകൂടിയാണ് തിരൂര് മഹാദേവ ക്ഷേത്രത്തിലെ ദൈനംദിന പ്രവൃത്തികളും ഉത്സവാനുഷ്ഠാനങ്ങളും ആധ്യാത്മിക സത്സംഗങ്ങളും ഒക്കെ നടക്കുന്നത്. കാലങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ നടക്കുകയാണ്. ഒരു ധ്വജപ്രതിഷ്ഠ നടക്കുന്നതോടുകൂടി ക്ഷേത്രം മഹാക്ഷേത്രമായി നാം. ആ മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ പൂർണ്ണതയിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണ് തിരൂര് ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ആചാര്യ പരമ്പര എന്ന് പറയുന്നത് തളിപ്പറമ്പ് ഗ്രാമത്തിലെ തൃച്ചംബരം ദേശത്തെ 4 ഇല്ല പരമ്പരകളിലൊന്നായ ഇടവലത്ത് പുടയൂര് സമ്പ്രദായമാണ് ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക പാരമ്പര്യം. മറ്റൊരു പ്രത്യേകത അയ്യപ്പനീശ്വരനാണ്. അശ്വാരൂഢനായ അയ്യപ്പനീശ്വരൻ അപൂർവം ക്ഷേത്രങ്ങളിലേയുള്ളൂ. തിരൂര് മഹാദേവ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ അശ്വാരൂഢനായ അയ്യപ്പൻ സ്ഥിതി ചെയ്യുന്ന ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രം. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഏറെ പ്രാധാന്യം അനുഷ്ഠിക്കപ്പെടുന്നൊരു ക്ഷേത്രം. ശിവരാത്രി ഏറെ വിശേഷത്തോടുകൂടി അനുഷ്ഠിക്കുന്ന ക്ഷേത്രം. മകരമാസത്തിൽ ഉത്സവം വിശേഷമായി അനുഷ്ഠിക്കുന്ന ക്ഷേത്രം. ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ നിറഞ്ഞതാണത്രേ തിരൂര് മഹാദേവ ക്ഷേത്രം. മറ്റൊന്ന്, ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടു കൂടി ഒരു ഫെസ്റ്റ് തന്നെ നടത്തുകയാണ്. ദേശത്തിൻ്റെ ഒരാഘോഷമാക്കി മാറ്റുന്നു. ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ വിമാനത്താവളം കാണാം. അങ്ങനെ ഈ പ്രദേശം മുഴുവൻ ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ധാരണത്തോടു കൂടി ഈ പ്രദേശം മുഴുവൻ അഭിവൃദ്ധിയിലെത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നവരും ഒപ്പം വിളിച്ചാൽ വെളിപ്പുറത്താണത്രേ തിരൂര് മഹാദേവ ക്ഷേത്രം. നന്ദി, നമസ്തേ.